ഹലോ എവരിവൺ, പ്രിവ്യൂ സ്റ്റഡിയുടെ മറ്റൊരു വീഡിയോ ലെസണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് +2 കെമിസ്ട്രിയുടെ 5ാമത്തെ ചാപ്റ്ററായ സർഫസ് കെമിസ്ട്രിയുടെ 5ാമത്തെ പാർട്ടിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് അഡ്സോർപ്ഷൻ തിയറി ഓഫ് ഹെറ്ററോജീനസ് കാറ്റലിസ്റ്റ് ആണ്. നമ്മൾ ഹെറ്ററോജീനസ് കാറ്റലിസ്റ്റ് എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. എന്താണ് ഹെറ്ററോജീനസ് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു റിയാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിലെ റിയാക്റ്റന്റും കാറ്റലിസ്റ്റും നമ്മൾ പരിഗണിച്ചാൽ റിയാക്റ്റന്റും കാറ്റലിസ്റ്റും ഡിഫറന്റ് ഫേസിലാണെങ്കിൽ നമുക്ക് ആ കാറ്റലിസ്റ്റുകളെ വിളിക്കുന്ന പേരാണ് ഹെറ്ററോജീനസ് കാറ്റലിസ്റ്റ്. അപ്പോൾ അഡ്സോർപ്ഷൻ തിയറി ഓഫ് ഹെറ്ററോജീനസ് കാറ്റലിസ്റ്റ് കുറച്ച് പോയിന്റ്സ് ആണ് പറയുന്നത്. ആ പോയിന്റ്സ് ഞാൻ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കുക. The reactant molecules diffuse to the surface of solid catalyst. ഒരു കാറ്റലിസ്റ്റ്, അതൊരു സോളിഡ് കാറ്റലിസ്റ്റ് ആണെങ്കിൽ ആ കാറ്റലിസ്റ്റിന്റെ സർഫസിൽ ആദ്യം നമ്മുടെ റിയാക്റ്റന്റ് മോളിക്യൂൾസ് വന്ന് അഡ്സോർബ് ചെയ്യും. ഇപ്പോൾ ഇതൊരു കാറ്റലിസ്റ്റ് ആണ്. ഈ കാറ്റലിസ്റ്റിന്റെ സർഫസിൽ വന്ന് ആര് അഡ്സോർബ് ചെയ്യും? റിയാക്റ്റന്റ് മോളിക്യൂൾ. അപ്പോൾ ഇത് റിയാക്റ്റന്റ് മോളിക്യൂൾ ആണെങ്കിൽ കാറ്റലിസ്റ്റിന്റെ സർഫസിൽ വന്ന് ആദ്യം ആര് അഡ്സോർബ് ചെയ്യും? റിയാക്റ്റന്റ് മോളിക്യൂൾസ് വന്ന് സോളിഡ് കാറ്റലിസ്റ്റിന്റെ സർഫസിൽ വന്ന് ആദ്യം അഡ്സോർബ് ചെയ്യും. ഓക്കെ, അതാണ് ആദ്യത്തെ പോയിന്റ്. പിന്നെന്താണ്? ദ അഡ്സോർബ്ഡ് റിയാക്റ്റൻസ് റിയാക്ട് ടു ഫോം ആൻഡ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കെമിക്കൽ കൈനറ്റിക്സിൽ പഠിച്ചതാണ്. റിയാക്റ്റന്റ് ഒരിക്കലും പ്രോഡക്റ്റ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് മാറത്തില്ല. അത് ഇടയ്ക്കൊരു ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആയിട്ട് മാറിയതിന് ശേഷമേ ഒരു റിയാക്റ്റന്റിനേക്കാളും ഹയർ എനർജി ആയിട്ടുള്ള ഒരു ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആയതിനു ശേഷമേ എന്തിലേക്ക് കടക്കുകയുള്ളൂ? പ്രോഡക്റ്റ് ആയിട്ട് മാറത്തുള്ളൂ. അപ്പോൾ ഇവിടെയും അത് തന്നെയാണ്. റിയാക്റ്റൻസ് ആദ്യം കാറ്റലിസ്റ്റിന്റെ സർഫസിൽ വന്ന് അഡ്സോർബ് ചെയ്തു, പിന്നെ അതെന്ത് ചെയ്തു? ഡിഫ്യൂസ് ചെയ്ത് അതെന്തായിട്ട് മാറി? ഒരു ഇന്റർമീഡിയറ്റ് അഥവാ ഒരു ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആയിട്ട് മാറുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത പോയിന്റ് എന്താണെന്ന് നോക്കാം. They decompose to form products. ഈ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് കാറ്റലിസ്റ്റിന്റെ സർഫസിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ കാറ്റലിസ്റ്റിന്റെ ജോലി എന്താണ്? റിയാക്റ്റന്റ് ഇവിടെ വന്നിരുന്നു, ഡിഫ്യൂസ് ചെയ്തു, ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആയി, പിന്നെ അതെന്തായി? പ്രോഡക്റ്റ് ആയി മാറി. അപ്പോൾ ഇവിടെ കാറ്റലിസ്റ്റിന്റെ ജോലി അവരെ സ്പീഡിനെ ഒന്ന് ഇപ്പോൾ ഈ നടക്കുന്ന പ്രോസസ്സുകളുടെ സ്പീഡിനെ ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അത് അങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് കാറ്റലിസ്റ്റിന് ഒരു കെമിക്കൽ ചേഞ്ചും ഉണ്ടാവത്തില്ല എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇവരിവിടെ വരുന്നു, ഡിഫ്യൂസ് ചെയ്യുന്നു, പ്രോഡക്റ്റ് ആവുന്നു, പോകുന്നു. അപ്പോൾ അവിടെ സ്പീഡ് കൂട്ടുക എന്നൊരു ജോലി മാത്രമേ കാറ്റലിസ്റ്റിനുള്ളൂ. അപ്പോൾ ഈ റിയാക്റ്റന്റ് മോളിക്യൂൾസ് ഇവിടെ വന്ന് ഡിഫ്യൂസ് ചെയ്തു, അപ്പോൾ പിന്നെ അതൊരു ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആയിട്ട് കൺവെർട്ട് ആവുന്നു, പിന്നെ അത് നേരെ ഡിഫ്യൂസ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ അത് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു. അപ്പോൾ ദേ ഡീകമ്പോസ് ടു ഫോം പ്രോഡക്റ്റ്. അപ്പോൾ 3 പോയിന്റ്സ് നമ്മളിപ്പോൾ പറഞ്ഞു. ആദ്യം റിയാക്റ്റന്റ് മോളിക്യൂൾസ് ഇതിന്റെ സർഫസിൽ വന്നിരുന്നു, പിന്നെ അത് രണ്ടും ഡിഫ്യൂസ് ചെയ്ത് ഒരു ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആയിട്ട് കൺവെർട്ട് ആയി, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതെന്തായിട്ട് മാറി? ആക്ടിവേറ്റഡ് കോംപ്ലക്സ് എന്തായിട്ട് മാറി? പ്രോഡക്റ്റ് ആയിട്ട് കൺവെർട്ട് ആയി. ദേ ഡീകമ്പോസ് ടു ഫോം പ്രോഡക്ട്സ്. അടുത്ത പോയിന്റ് ഇതാണ്. ദ പ്രോഡക്ട്സ് ഗെറ്റ്സ് ഡിസോൾവ്ഡ് ഫ്രം ദ സർഫസ് ഓഫ് ദ കാറ്റലിസ്റ്റ്. എന്താണ്? ഫോം ചെയ്ത ഈ പ്രോഡക്റ്റ് കുറച്ച് കഴിയുമ്പോൾ കാറ്റലിസ്റ്റിന്റെ സർഫസിൽ നിന്നും ഡിസോൾവ് ചെയ്യും. ഡിസോൾവ് ചെയ്യുന്ന പറഞ്ഞാൽ എന്താണ്? ഈ സർഫസിൽ നിന്നും ഈ പ്രോഡക്റ്റ് മോളിക്യൂൾസ്, ഇപ്പോൾ പ്രോഡക്റ്റ് മോളിക്യൂൾസ് കാറ്റലിസ്റ്റിന്റെ സർഫസിൽ വന്ന് അഡ്സോർബ് ചെയ്തിരിക്കുകയാണ്. അത് ഡിസോർബ് ചെയ്യുക പറഞ്ഞാൽ ഇതിന്റെ സർഫസിൽ നിന്ന് എന്ത് ചെയ്യും? വെളിയിലേക്ക് പോകും, ഡിസോർപ്ഷൻ സംഭവിക്കും. അപ്പോൾ അതാണ് അവിടെ നടക്കുന്നത്. 4ാമത്തെ പോയിന്റ് ഇതാണ്. ഈ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് എന്തായിട്ട് മാറി? ആദ്യം പ്രോഡക്റ്റ് ആയിട്ട് മാറി. ഈ പ്രോഡക്റ്റ് കാറ്റലിസ്റ്റിന്റെ സർഫസിൽ വന്നിരിക്കുകയാണ്. ഈ സർഫസിൽ വന്നിരിക്കുന്ന ഈ പ്രോഡക്റ്റ് കുറച്ച് കഴിയുമ്പോൾ അത് പ്രോഡക്റ്റ് മാറി കഴിഞ്ഞു. ഇനി അതെന്ത് ചെയ്യും? ഈ കാറ്റലിസ്റ്റിന്റെ സർഫസിൽ നിന്നും ഡിസോർബ് ചെയ്ത് വെളിയിലേക്ക് പോകും. ഓക്കെ, ഡിസോർപ്ഷൻ സംഭവിക്കും ഈ കോമ്പൗണ്ടിന്. അപ്പൊ ഈ 4 പോയിന്റ്സ് ആണ് അഡ്സോർപ്ഷൻ തിയറി ഓഫ് ഹെറ്ററോജീനസ് കാറ്റലിസ്റ്റ് പറയുന്നത്. ആ 4 പോയിന്റ്സ് നിങ്ങൾക്ക് ഒന്നും കൂടെ ഞാൻ ഇവിടെ പറഞ്ഞുതരാം. ആദ്യം സോളിഡ് കാറ്റലിസ്റ്റിന്റെ സർഫസിൽ വന്ന് റിയാക്റ്റന്റ് മോളിക്യൂൾസ് ഡിഫ്യൂസ് ചെയ്യുന്നു. അത് ഡിഫ്യൂസ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ അതൊരു ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആയിട്ട് കൺവെർട്ട് ആവുന്നു. ഈ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് പിന്നെയും കുറച്ച് കഴിയുമ്പോൾ അതൊരു പ്രോഡക്റ്റ് ആയിട്ട് കൺവെർട്ട് ആവുന്നു. ഈ പ്രോഡക്റ്റ് കുറച്ച് കഴിയുമ്പോൾ ഈ കാറ്റലിസ്റ്റിന്റെ സർഫസിലാണ് ഇപ്പോൾ പ്രോഡക്റ്റ് ഇരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഈ പ്രോഡക്റ്റ് കാറ്റലിസ്റ്റിന്റെ സർഫസിൽ നിന്നും ഡിസോർപ്ഷൻ സംഭവിച്ചു പോകും. അതായത് ഇതിന്റെ സർഫസിൽ നിന്നും അഡ്സോർബ് ചെയ്തിരിക്കുകയാണ് പ്രോഡക്റ്റ്. നേരത്തെ അഡ്സോർബ് ചെയ്തിരുന്നു. ഈ പ്രോഡക്റ്റ് ഡിസോർപ്ഷൻ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ കാറ്റലിസ്റ്റിന്റെ സർഫസിൽ നിന്നും ആര് പോകും? പ്രോഡക്റ്റ് മോളിക്യൂൾസ് പോകും, വെളിയിലേക്ക് പോകും.
അപ്പൊ ആ പ്രോസസ്സിനെയാണ് ഡീസോർപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഡീസോർബ് ചെയ്ത് ആര് പോയി? പ്രോഡക്റ്റ് പോയി. അപ്പൊ ഇതാണ് അഡ്സോർപ്ഷൻ തിയറി ഓഫ് ഹെറ്ററോജീനസ് കാറ്റലിസ്റ്റ്. എളുപ്പമല്ലേ? ഒന്നാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക. The reactant molecules diffuse to the surface of the solid catalyst. അത് സോളിഡ് കാറ്റലിസ്റ്റിന്റെ സർഫസിൽ വന്ന് ഡിഫ്യൂസ് ചെയ്യുന്നു. ആര്? റിയാക്ടന്റ് മോളിക്യൂൾസ്. പിന്നെ the adsorbed reactants react to form an activated complex. റിയാക്ടൻസ് ഡിഫ്യൂസ് ചെയ്ത് ഒരു ആക്ടിവേറ്റഡ് കോംപ്ലക്സ് അഥവാ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് മാറുന്നു. പിന്നെ ഡീകമ്പോസ് ടു ഫോം പ്രോഡക്റ്റ്. ഇപ്പൊ ഈ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് പിന്നെ എന്തായിട്ട് മാറും? കുറച്ച് കഴിയുമ്പോൾ പ്രോഡക്റ്റ് ആയിട്ട് മാറും. അപ്പോ ഈ പ്രോഡക്റ്റ് ഇപ്പോൾ കാറ്റലിസ്റ്റിന്റെ സർഫസിൽ അഡ്സോർബ് ചെയ്താണ് ഇരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഈ കാറ്റലിസ്റ്റിന്റെ സർഫസിൽ നിന്നും ഈ പ്രോഡക്റ്റ് എന്ത് ചെയ്യും? ഡീസോർപ്ഷൻ സംഭവിച്ച് വെളിയിലേക്ക് പോകും. അപ്പോൾ അഡ്സോർബ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അഡ്സോർബ് ചെയ്തിരിക്കുന്ന ഈ പ്രോഡക്റ്റ് കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? അത് കാറ്റലിസ്റ്റിന്റെ സർഫസിൽ നിന്നും ഡീസോർപ്ഷൻ സംഭവിച്ച് വെളിയിലേക്ക് പോകും. അഥവാ ഇത് ഇവിടെ നിന്നും വെളിയിലേക്ക് പോകും ഈ പ്രോഡക്റ്റ് മോളിക്യൂൾ. അപ്പൊ ഇങ്ങനെയാണ് അഡ്സോർപ്ഷൻ തിയറി നടക്കുന്നത് എന്ന കാര്യം ഓർക്കുക. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് എന്താണ് ആക്ടിവിറ്റി ആൻഡ് സെലക്ടിവിറ്റി ഓഫ് എ കാറ്റലിസ്റ്റ്. ഒരു കാറ്റലിസ്റ്റിന് മാത്രമായിട്ടുള്ള ചില പ്രത്യേകതകളാണ് ഈ ആക്ടിവിറ്റിയും സെലക്ടിവിറ്റിയും എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ആക്ടിവിറ്റി, എന്താണ് സെലക്ടിവിറ്റി എന്ന് നോക്കാം. ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, ഒരു കെമിക്കൽ റിയാക്ഷനിൽ നമ്മൾ കാറ്റലിസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ ആ കാറ്റലിസ്റ്റ് എന്ത് ചെയ്യും? ആ റിയാക്ഷന്റെ റേറ്റിനെ അല്ലെങ്കിൽ ആ റിയാക്ഷനെ ഒന്ന് ആക്സലറേറ്റ് ചെയ്യും. അത് എന്തിന്റെ മാത്രം കഴിവാണ്? ആക്സലറേറ്റ് ചെയ്യാനുള്ള കഴിവെന്ന് പറയാൻ ആർക്ക് മാത്രമേ ഉള്ളൂ? കാറ്റലിസ്റ്റുകൾക്ക് മാത്രമേ ഉള്ളൂ. അതായത് കാറ്റലിസ്റ്റ് എന്ന് പറയുന്ന ചില സബ്സ്റ്റൻസിന് മാത്രമുള്ള ഒരു കഴിവാണ് എന്ത്? ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ആക്ടിവിറ്റി? ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റിനുള്ള ഒരു കഴിവാണ് എന്ത്? ടു ആക്സലറേറ്റ് എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷനെ ആക്സലറേറ്റ് ചെയ്യിക്കുക അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷന്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യിക്കുക എന്നത് ഒരു കാറ്റലിസ്റ്റിന് മാത്രമുള്ള ഒരു കഴിവാണ്. ഓക്കെ, അതാണ് ഒന്നാമത്തെ കാര്യം, ആക്ടിവിറ്റി ഓഫ് എ കാറ്റലിസ്റ്റ് എന്ന് പറയും. അപ്പൊ അതിനൊരു എക്സാമ്പിൾ നോക്കുക. അപ്പോ നമ്മൾ ഈ റിയാക്ഷൻ കൺസിഡർ ചെയ്യുക. 2H2 + O2 gives 2H2 എന്ന് പറയുന്ന റിയാക്ഷൻ കൺസിഡർ ചെയ്യുക. ആദ്യം പ്ലാറ്റിനം ആഡ് ചെയ്യാത്ത സമയത്ത് അവിടെ റിയാക്ഷന്റെ റേറ്റ് വളരെ കുറവായിരിക്കും. അപ്പോൾ H2O ഉണ്ടാവുന്നത് വളരെ പതുക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ആ കണ്ടീഷനിൽ ചിലപ്പോൾ H2O ഉണ്ടാകത്തേയില്ല. അപ്പോൾ നമ്മൾ അവിടെ പ്ലാറ്റിനം എന്ന് പറയുന്ന ഒരു കാറ്റലിസ്റ്റ് ആഡ് ചെയ്തപ്പോൾ അത് വയലന്റ് ആയിട്ട് എക്സ്പ്ലോസ് ചെയ്യുന്നു. എന്താണ് നമ്മുടെ H2O2 എന്ന് പറയുന്ന ഹൈഡ്രജനും ഓക്സിജനും നമ്മൾ പ്ലാറ്റിനം എന്ന് പറയുന്ന കാറ്റലിസ്റ്റ് ആഡ് ചെയ്തുകൊണ്ടാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്താണ്? ഒരു വയലന്റ്ലി എക്സ്പ്ലോസീവ് ആയിട്ട് ആര് റിയാക്ട് ചെയ്യും? H2O2 തമ്മിൽ റിയാക്ട് ചെയ്യും. അപ്പോൾ അത് ആരുടെ കഴിവാണ്? ആര് ആഡ് ചെയ്തുകൊണ്ടാണ് അവിടെ അങ്ങനത്തെ ഒരു റിയാക്ഷൻ ചേഞ്ച് വന്നത്? പ്ലാറ്റിനം എന്ന് പറയുന്ന കാറ്റലിസ്റ്റ് ആഡ് ചെയ്തുകൊണ്ടാണ്. എന്ത് ചേഞ്ച് ആണ് അവിടെ വന്നത്? വയലന്റ് ആയിട്ട് എക്സ്പ്ലോസ് ചെയ്യുന്ന പറഞ്ഞാൽ ഈ കെമിക്കൽ റിയാക്ഷന്റെ റേറ്റിനെ ഒന്ന് ആക്സലറേറ്റ് ചെയ്തു എന്നാണ് അർത്ഥം. നമ്മൾ ഏതൊരു കാറ്റലിസ്റ്റ് ആഡ് ചെയ്താലും കാറ്റലിസ്റ്റിനുള്ള ഒരു പ്രത്യേകതയാണ് എന്ത്? ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റിനെ അല്ലെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷനെ ഒന്ന് ആക്സലറേറ്റ് ചെയ്യുക എന്നത്. ഓക്കെ, അതാണ് ആക്ടിവിറ്റി ഓഫ് എ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം സെലക്ടിവിറ്റി ഓഫ് എ കാറ്റലിസ്റ്റ്. എന്താണ് സെലക്ടിവിറ്റി ഓഫ് എ കാറ്റലിസ്റ്റ്? ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ കാറ്റലിസ്റ്റ് ടു ഡയറക്റ്റ് എ റിയാക്ഷൻ ടു ഈൽഡ് എ പർട്ടിക്കുലർ പ്രോഡക്റ്റ്. ഒരു നിശ്ചിതമായ പ്രോഡക്റ്റ് ഒരു റിയാക്ഷന്റെ ഭാഗമായിട്ട് ഉണ്ടാവണം. അതിനുവേണ്ടി ഒരു കെമിക്കൽ റിയാക്ഷനെ ഡയറക്റ്റ് ചെയ്യുന്ന കാറ്റലിസ്റ്റിന്റെ ഒരു കഴിവാണെന്ത്? സെലക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെലക്ടിവിറ്റി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാനൊരു ഉദാഹരണം ഞാൻ എഴുതിയിട്ടുണ്ട്. ഈ റിയാക്ഷൻസ് നിങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യം ഈതൈന് ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന പ്രോഡക്റ്റ് ഈഥൈൻ ആണ്. അപ്പോൾ ഈ റിയാക്ഷനിൽ ഞാൻ ആഡ് ചെയ്ത കാറ്റലിസ്റ്റ് പ്ലാറ്റിനം ആണ്. അപ്പോൾ ഈതൈന് ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്ത് ഈഥെയിൻ ആണ് ഉണ്ടാകുന്നത്, ഈഥെയിൻ. എന്നാൽ ഞാൻ ഇവിടെ ഈ കാറ്റലിസ്റ്റിൽ മാത്രമാണ് മാറ്റം വരുത്തുന്നത്, ബാക്കി റിയാക്റ്റന്റ് ഒക്കെ സെയിം ആണ്. അപ്പോൾ ഞാൻ അതേ റിയാക്റ്റന്റുകൾ വെച്ചുകൊണ്ട് തന്നെ പ്ലാറ്റിനം എന്ന കാറ്റലിസ്റ്റിനെ മാറ്റി പകരം ലിൻലാർസ് കാറ്റലിസ്റ്റ് ഞാൻ അവിടെ ആഡ് ചെയ്യണം. അപ്പോൾ കാറ്റലിസ്റ്റ് അവിടെ ചേഞ്ച് വന്നു. അപ്പോൾ കാറ്റലിസ്റ്റ് മാറ്റിക്കൊണ്ട് അതേ റിയാക്റ്റൻസിനെ ഞാൻ ഒന്നും കൂടെ റിയാക്ട് ചെയ്യിപ്പിച്ചപ്പോൾ എനിക്ക് കിട്ടിയ പ്രോഡക്റ്റ് CH2 ഡബിൾ ബോണ്ട് CH2 അഥവാ ഈഥീൻ ആണ് ഇവിടെ കിട്ടിയത്. അപ്പോൾ ഡിഫറൻസ് നോക്കുക. നമ്മൾ പ്ലാറ്റിനം കാറ്റലിസ്റ്റ് ആഡ് ചെയ്തപ്പോൾ ഈഥൈൻ ആണ് കിട്ടിയത്. എന്നാൽ ലിൻലാർ കാറ്റലിസ്റ്റ് ആഡ് ചെയ്തപ്പോൾ പ്രോഡക്റ്റ് മാറി ഈഥീൻ ആണ് നമുക്ക് കിട്ടിയത്. ഈഥൈൻ ഇവിടെ ഈഥീൻ. ഓക്കെ, അപ്പോൾ കാറ്റലിസ്റ്റ് മാറ്റുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് മാറുന്നില്ലേ? അതായത് ഈ റിയാക്ഷനിൽ പ്ലാറ്റിനം നമ്മൾ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തപ്പോൾ പ്ലാറ്റിനം എന്ത് ചെയ്തു? ഈ റിയാക്റ്റന്റിനെ ഈഥൈൻ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആക്കി മാറ്റാൻ എന്ത് ചെയ്തു? ഈ റിയാക്ഷനെ ഡയറക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് കിട്ടുവാൻ വേണ്ടി, ആ വേർഡ് ശ്രദ്ധിക്കുക, ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് കിട്ടാൻ വേണ്ടി ഒരു റിയാക്ഷനെ ഡയറക്റ്റ് ചെയ്യുന്ന കാറ്റലിസ്റ്റിന്റെ ഒരു എബിലിറ്റിയെ പറയുന്ന പേരാണ്
സെലക്ടിവിറ്റി എന്ന് പറയാം. അപ്പോൾ ഈ റിയാക്ഷനിൽ പ്ലാറ്റിനം എന്ത് ചെയ്തു, ഇവനെ ഡയറക്റ്റ് ചെയ്തു എന്തിന്, ഈഥേൻ എന്ന് പറയുന്ന പ്രോഡക്റ്റ് കിട്ടാൻ. അതുപോലെ അതേ റിയാക്ടന്റിനെ ലിനിയർ കാറ്റലിസ്റ്റ് ഡയറക്റ്റ് ചെയ്തു എങ്ങോട്ട്, ഈഥേൻ എന്ന് പറയുന്ന പ്രോഡക്റ്റ് കിട്ടാൻ. അപ്പോൾ എന്താണ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ റിയാക്ഷൻ ആക്സിലറേറ്റ് ചെയ്യുന്ന കാറ്റലിസ്റ്റിന്റെ ഒരു കഴിവാണ് ആക്ടിവിറ്റി എന്നത്. എന്നാൽ സെലക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അത് ഒരു കെമിക്കൽ റിയാക്ഷനെ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് കിട്ടത്തക്ക വിധത്തിൽ ഒരു കെമിക്കൽ റിയാക്ഷനെ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു കാറ്റലിസ്റ്റിന്റെ എബിലിറ്റിയെ പറയുന്ന പേരാണ് സെലക്ടിവിറ്റി. ഒരു കെമിക്കൽ റിയാക്ഷനെ പർട്ടിക്കുലർ പ്രോഡക്റ്റ് കിട്ടത്തക്ക വിധത്തിൽ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു കാറ്റലിസ്റ്റിന്റെ എബിലിറ്റി, അതിനെ പറയുന്ന പേരാണ് സെലക്ടിവിറ്റി. അപ്പോൾ അതാണ് ആക്ടിവിറ്റി ആൻഡ് സെലക്ടിവിറ്റി ഓഫ് എ കാറ്റലിസ്റ്റ് എന്ന് പറയാം. ഓക്കെ, ഇനി എന്താണ് ഷേപ്പ് സെലക്റ്റീവ് കറ്റാലിസിസ് എന്ന് നോക്കാം. എന്താണ് ഷേപ്പ് സെലക്റ്റീവ് കറ്റാലിസിസ്? അതായത് the catalytic reactions which depends upon the pore structure of catalyst and the size of the reactant and product molecules is called shape selective catalysis. ഒരു റിയാക്ടന്റിന്റെയും പ്രോഡക്റ്റിന്റെയും സൈസിനെയും അതുപോലെ കാറ്റലിസ്റ്റിന്റെ പോർ സ്ട്രക്ചറിനെയും തമ്മിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന കാറ്റലിറ്റിക് റിയാക്ഷൻസിനെ പറയുന്ന പേരാണ് ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസിസ്. ഒരു കാറ്റലിസ്റ്റ് നമ്മൾ എടുത്താൽ ആ കാറ്റലിസ്റ്റില് ധാരാളം പോർ സ്ട്രക്ചർ കാണും. അപ്പോൾ ഈ പോർ സ്ട്രക്ചറിൽ വന്ന് നമ്മുടെ റിയാക്ടന്റ് മോളിക്യൂൾസ് ഈ പോർ സ്ട്രക്ചറിൽ വന്ന് കറക്റ്റ് ആയിട്ട് ഇരുന്നാൽ മാത്രമേ അതെന്ത് ചെയ്യുള്ളൂ, ആ കാറ്റലിസ്റ്റിന് സ്യൂട്ട് ആയാൽ മാത്രമേ അവിടെ ആ റിയാക്ഷൻ ഒന്ന് ആക്സിലറേറ്റ് ചെയ്യുള്ളൂ ആദ്യ കാറ്റലിസ്റ്റ്. അപ്പോൾ ഒരു റിയാക്ടന്റ് മോളിക്യൂള് ഒരു കാറ്റലിസ്റ്റിന്റെ പോർ സ്ട്രക്ചറിൽ സ്യൂട്ടായിട്ട് വന്നിരിക്കണം. എന്നാൽ മാത്രമേ ആ കാറ്റലിസ്റ്റ് ആ കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യുള്ളൂ എന്ന ഒരു കാര്യം കൂടി ഇതിൽ പറയുന്നത്. ഒരു കാറ്റലിസ്റ്റിന്റെ പോർ സ്ട്രക്ചറും ഒരു റിയാക്ടന്റെയും പ്രോഡക്റ്റിന്റെയും സൈസിനെയും തമ്മിൽ ഡിപ്പെൻഡ് ചെയ്തുള്ള കാറ്റലിറ്റിക് റിയാക്ഷൻസിനെ പറയുന്ന പേരാണ് ഷേപ്പ് സെലക്റ്റീവ് കറ്റാലിസിസ്. അപ്പോൾ ഈ ഷേപ്പ് സെലക്റ്റീവ് കറ്റാലിസിസിന് ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നത് സിയോലൈറ്റ്സ് ആണ്. അപ്പോൾ എന്താണ് സിയോലൈറ്റ്സ് എന്ന് നമുക്ക് നോക്കാം. Zeolites are microporous aluminosilicates. Zeolites എന്ന് പറഞ്ഞാൽ അതെന്താണ്, മൈക്രോപോറസ് അലുമിനോസിലിക്കേറ്റ്സ് ആണ്. അപ്പോൾ ഈ മൈക്രോപോറസ് അലുമിനോസിലിക്കേറ്റ്സ് എന്ന് പറയുന്നതിനെയാണ് സിയോലൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിയോലൈറ്റ്സ് നമ്മൾ നോക്കിയാൽ അതിന് ഹണി കോംബ് ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കും. സിയോലൈറ്റ്സിന് ഒരു ജനറൽ ഫോർമുല ഉണ്ട്. സിയോലൈറ്റ്സിന്റെ ജനറൽ ഫോർമുല നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതാണ് ആ ഫോർമുല, mx/n. m എന്ന് പറയുന്ന ഒരു മെറ്റൽ ആവാം, ഏത് മെറ്റലാണോ ഇവിടെ വരാം. അപ്പോൾ m എന്ന് ജനറൽ ആയിട്ട് തന്നെ എഴുതിയിരിക്കണം. mx/n into AlSO2 x times plus SiO2 y times into mH2O. അപ്പോൾ ഈ m x എന്നൊക്കെ പറയുന്നത് വേരിയബിൾസ് ആയിരിക്കും, അത് മാറിക്കൊണ്ടിരിക്കും. mx y എന്നൊക്കെ പറയുന്ന വേരിയബിൾസ് ആയിരിക്കും. n എന്ന് പറയുന്നത് ഇവിടെ ഏത് മെറ്റൽ ആണോ എടുത്തിട്ടുള്ളത് ആ മെറ്റലിന്റെ ബാലൻസി ആയിരിക്കും. ഇവിടെ ഒരു മെറ്റൽ ഞാൻ പറഞ്ഞല്ലോ, m എന്ന് പറയുന്നത് ഒരു മെറ്റലിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ മെറ്റൽ m-ന്റെ ബാലൻസി എത്രയാണോ അതാണ് n എന്ന് പറയുന്നത്. അപ്പോൾ n എന്ന് പറയുന്നത് ഈ മെറ്റലിന്റെ ബാലൻസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ സിയോലൈറ്റ്സിന്റെ ചില യൂസസ് എന്താണെന്ന് നമുക്ക് നോക്കാം. സിയോലൈറ്റ്സിന്റെ യൂസസ് എന്താണെന്ന് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ യൂസ് ഇതാണ്. The zeolites are widely used in petrochemical industries for cracking and isomerization of hydrocarbon. അപ്പോൾ ഒരു ഹൈഡ്രോകാർബണിനെ ക്രാക്ക് ചെയ്യാനും അതിൽ ഐസോമറൈസ് ചെയ്യാനും നമ്മൾ പെട്രോകെമിക്കൽ ഇൻഡസ്ട്രീസിൽ വ്യാപകമായിട്ട് യൂസ് ചെയ്യുന്നു. എന്തിനെ? സിയോലൈറ്റ്സിനെ. എന്നാൽ രണ്ടാമത്തെ യൂസ് എന്താണെന്ന് നോക്കാം. ആൽക്കഹോൾസ് ആർ കൺവേർട്ടഡ് ഇൻടു ഗ്യാസോലൈൻസ് യൂസിങ് സിയോലൈറ്റ് കാറ്റലിസ്റ്റ് കോൾഡ് ZSM5. സിയോലൈറ്റ് കാറ്റലിസ്റ്റ് ZSM5 വെച്ച് നമുക്ക് ആൽക്കഹോളിനെ ഗ്യാസോലൈൻ അല്ലെങ്കിൽ പെട്രോൾ എന്ന് പറയുന്നതിനാണ് ഗ്യാസോലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ആൽക്കഹോൾസിനെ ഗ്യാസോലൈൻ ആക്കി മാറ്റാൻ വേണ്ടി നമുക്ക് ഒരു സിയോലൈറ്റ് കാറ്റലിസ്റ്റ് ഉപയോഗിക്കാം. ആ സിയോലൈറ്റ് കാറ്റലിസ്റ്റിന്റെ പേരെന്താണ്? ZSM5. ZSM5 വെച്ച് നമുക്ക് ആൽക്കഹോളിനെ ഗ്യാസോലൈൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അത് രണ്ടാമത്തെ സിയോലൈറ്റിന്റെ യൂസ് ആണ്. മൂന്നാമത്തെ സിയോലൈറ്റിന്റെ യൂസ് നോക്കാം. സിയോലൈറ്റ്സ് ആർ യൂസ്ഡ് ഇൻ സോഫ്റ്റനിങ് ഓഫ് വാട്ടർ. ഹാർഡ് വാട്ടർ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യുക, സോഫ്റ്റ് വാട്ടറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തുപയോഗിക്കും? സിയോലൈറ്റ്സ് ഉപയോഗിക്കും. ഓക്കെ, അങ്ങനെ 3 യൂസസ് ആണ് സിയോലൈറ്റ്സിനുള്ളത്. പെട്രോകെമിക്കൽ ഇൻഡസ്ട്രീസിലെ ഹൈഡ്രോകാർബണിനെ ക്രാക്ക് ചെയ്യാൻ അതിൽ ഐസോമറൈസ് ചെയ്യാനും ഉപയോഗിക്കുന്നു സിയോലൈറ്റ്സ്. അതുപോലെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ആൽക്കഹോൾസിനെ ഗ്യാസോലൈനായിട്ട് മാറ്റാൻ വേണ്ടി നമ്മൾ സിയോലൈറ്റ് കാറ്റലിസ്റ്റ് ആയ ZSM5 ഉപയോഗിക്കുന്നു. മൂന്നാമത്തെ യൂസ് എന്ന് പറയുന്നത് സിയോലൈറ്റ്സ് വാട്ടറിനെ സോഫ്റ്റനിങ് ചെയ്യാൻ സഹായിക്കുന്നു. അപ്പോൾ ഈ 3 യൂസസ് ആണ് സിയോലൈറ്റ്സിനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.
അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, താങ്ക് യു.